നമസ്കാരം. നടിയായ സീമാജി നായരെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു കലാകാരി എന്നതിലുപരി പൊതുവെ ഈ സമൂഹത്തിൽ സഹായം ആവശ്യമായി വരുന്ന നിരവധി വ്യക്തികളെ ആരാണെന്ന് പോലും നോക്കാതെ വളരെ കൃത്യമായി അവരെ സഹായിക്കാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുന്ന ഒരു കലാകാരി കൂടിയാണ് സീമാജി നായർ. എത്രയോ സിനിമയിലും സീരിയൽ രംഗത്തുമൊക്കെയുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കുമാണ് അവർ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ കുറച്ച് നാളുകളായി സീമാജി നായർ അതിരൂക്ഷമായ സൈബർ ആക്രമണത്തെ നേരിടുകയാണ്. ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നാണ് അവർക്കെതിരായ ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക അപവാദങ്ങളെ സംബന്ധിച്ച് സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നിരന്തരമായ രീതിയിൽ ഇവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണത്തിൻ്റെ ഒപ്പം CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കുചേർന്നിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് ഏറ്റവും ഒടുവിലായി സീമാജി നായർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. സീമാജി നായർക്കെതിരെ മാത്രമല്ല, നടി അനുശ്രീക്കെതിരെയും അവർ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങളും കളിയാക്കലുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്നവർ ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഫേസ്ബുക്കിൽ PP ദിവ്യ ഈ രണ്ട് സിനിമാ താരങ്ങൾക്കുമെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദച്ചാമി എന്നാണ് PP ദിവ്യ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുകയും ആലിംഗനവും ചെയ്യുകയാണ് ഈ രണ്ട് സിനിമാ താരങ്ങളും ചെയ്യുന്നത് എന്നാണ് PP ദിവ്യ കളിയാക്കി പറയുന്നത്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ പീഡനത്തിനിരയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ കൂടെ ഉണ്ട് എന്നും ധൈര്യമായി പരാതി കൊടുക്കണം എന്നുമാണ് PP ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. നിയമസഭയിൽ ഇത്തരക്കാർ ഞെളിഞ്ഞിരിക്കുമെന്നും സീമമാരും അതുപോലെ അനുശ്രീമാരുമൊക്കെ ഇവർക്ക് എല്ലാവിധ പിന്തുണ കൊടുക്കും എന്നും കളിയാക്കി PP ദിവ്യ പറയുന്നുണ്ട്. ഇതിന് നല്ല ചുട്ട മറുപടിയുമായി സീമാജി നായർ ഫേസ്ബുക്ക് ലൈവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വളരെ കൃത്യതയോടുകൂടി തന്നെ തൻ്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നു. ആദ്യമേ തന്നെ സീമാജി നായർ ഒരു കാര്യം പറയുന്നുണ്ട്. താൻ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം പോലുമുള്ള ഒരാളല്ല എന്നുള്ള കാര്യം. താൻ കോൺഗ്രസ്സുകാരിയേ അല്ല. പക്ഷേ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനീതികൾക്കെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുന്ന വ്യക്തികളെന്ന നിലയിൽ മാത്രമാണ് അവർ ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്ന് ആദ്യമേ തന്നെ സീമാജി നായർ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ തെറ്റ് ചെയ്താൽ ഫേസ്ബുക്ക് ലൈവിലെത്തിയാണ് സീമാജി നായർ തൻ്റെ ന്യായവാദങ്ങൾ നിരത്തിയത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നാണ് സീമാജി നായർ പറയുന്നത്. പക്ഷേ അത് രണ്ട് ഭാഗവും കൃത്യമായി കേട്ടിട്ട് വേണം നടപടിയെടുക്കാൻ എന്നാണ് സീമാജി നായർ ഇവിടെ പറയുന്നത്. കൂടാതെ കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായ വ്യക്തിയാണ് PP ദിവ്യ, നമുക്കെല്ലാവർക്കും അറിയാം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സീമാജി നായർ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. രണ്ട് പെൺകുട്ടികളെ അനാഥരാക്കിയവരാണ് ഇന്ന് എനിക്കെതിരെ വരുന്നത്. ഗോവിന്ദച്ചാമിമാരുടെ പകരക്കാരാണെന്ന് പറയുന്നു. നവീൻ ബാബു സാറിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ത്രീ കയറി വരുമ്പോൾ അദ്ദേഹം ചിരിച്ച മുഖത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇവർ നടത്തിയൊരു പ്രസംഗത്തിന് ശേഷം ആ മുഖം മാറുന്നത് കാണാം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഞാൻ ആ മുഖം മറന്നിട്ടില്ല. അപ്പോൾ വാക്കുകളിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ മുഖം വെച്ച് പോസ്റ്റ് ഇടുന്നു. ഇത്ര വിഷയദാരിദ്ര്യമോ PP ദിവ്യയ്ക്ക്, അതും ഇത്രയും നിസ്സാരമായ കേസിനൊക്കെ. ഇതിനൊക്കെ എന്ത് പറയാനാണ്? സഹകമാരെല്ലാവരും ഒരുമിച്ചാണ് സൈബർ അറ്റാക്ക്. വളരെ ദീർഘമായൊരു ഫേസ്ബുക്ക് ലൈവായിരുന്നു. അതിൻ്റെ അവസാനം സീമാജി നായർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഗർഭം എന്നുള്ള വാക്കല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? രാഹുൽ പൈസ തന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നവർക്കെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ട് പൈസ തന്നിട്ടുണ്ടല്ലോ. ഞാനൊരു ഗർഭമുണ്ടാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചൊരുത്തനും വന്നിട്ടുണ്ട്. ഇവനോടൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഇത് ലൈവായിപ്പോയി. കട്ടിയുള്ള വാക്കുകളൊന്നും പറയുന്നില്ല. പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടുമല്ല. നിൻ്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ. ഞാൻ തൽക്കാലം രാഹുലിൻ്റെ ഗർഭം കൊണ്ടുപോകട്ടെ. നിൻ്റെ വീട്ടിലുള്ളവരോട് പറ നീ ഉണ്ടാക്കിയതിനെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ ഗർഭകാലം എങ്ങനെയായിരിക്കുന്നുവെന്ന് ചോദിച്ചവനോട് ആദ്യം നിൻ്റെ അമ്മയോട് ചോദിക്കുക എങ്ങനെയായിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു തരും. ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് സീമാജി നായർ ശക്തമായ മറുപടിയുമായി തിരികെ പറയുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് PP ദിവ്യ നടത്തിയ പ്രസംഗം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ സ്ഥലം മാറി പോകുമ്പോൾ അയാൾക്ക് വിരമിക്കാൻ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമുള്ളപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു മനുഷ്യനെ ഒരു പൊതുവേദിയിൽ എല്ലാവർക്കും ഒപ്പം ഇരുത്തി അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന വാക്കുകളോട് പ്രസംഗിക്കുകയും അത് ആ മനുഷ്യൻ്റെ മരണത്തിലേക്ക് പോലും തള്ളിവിടാൻ കാരണമാകും. മരണം ആത്മഹത്യയാണെന്നുള്ള കാര്യം ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. ആ മനുഷ്യൻ തകർന്ന മനസ്സോടുകൂടി ഇരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. വേദിയിലേക്ക് PP ദിവ്യ വരുമ്പോൾ ചിരിച്ചുകൊണ്ട്, ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തി പോലും ആയിരുന്നില്ല ദിവ്യ എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ യാത്രയപ്പായിരുന്നു. ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ആ മനുഷ്യൻ്റെ പ്രസംഗം കഴിയുമ്പോൾ അതിൻ്റെ മുഖഭാവം നമുക്ക് നന്നായിരിക്കണം. ആകെ വേദനിച്ച് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കാത്തതിൻ്റെ ഭാര്യയും മക്കളും നാട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ പുലർച്ചെ എത്തി വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കുടുംബം. ആ ഒരു കുടുംബത്തിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ആ ഒരു മനുഷ്യനെ ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ തള്ളിവിട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ സീമാജി നായർക്കും അനുശ്രീക്കും എല്ലാം എതിരെ ഇത്തരത്തിലുള്ള
ഈ ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങൾ രംഗത്തെത്തുന്നത് എന്നറിയുമ്പോൾ കേരളത്തിലെ സഖാക്കൾ എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുതന്നെയാണ് സീമാജി നായരും ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹ മധ്യത്തിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ഉറക്കെ നടത്തുക. കാരണം പി ദീപയ്ക്ക് ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPM സീറ്റ് നൽകിയിട്ടില്ല. അതിൻ്റെ പേരിൽ അവർ അതൃപ്തയാണെന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇനി ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കാം ലക്ഷ്യം. അതൊക്കെ കണക്കാക്കിയായിരിക്കാം ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി പാർട്ടിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പാർട്ടി എതിരാളികളെ ആക്രമിക്കാൻ എന്ന പേരിൽ ഇവരൊക്കെ രംഗത്ത് വരുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും സീമാജി നായരുടെ മറുപടി ഗംഭീരമായി. ഇതിലും വലിയൊരു അല്ലെങ്കിൽ ഇതിലും മികച്ചൊരു മറുപടി നമുക്ക് സങ്കല്പങ്ങളിൽ മാത്രമായിരിക്കും. അത്രയും ശക്തമായ തോതിലാണ് സീമാജി നായർ തൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പി ദിവ്യയോട് കൃത്യമായി പറഞ്ഞത്.